ഹലോ എവരിവൺ, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ഒരുപാട് നാളായിട്ടോ. ഓഗസ്റ്റ് 30 ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോഴൊക്കെയാണ് എനിക്ക് സമയം കിട്ടുന്നത് ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇച്ചൂട്ടൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 2-നാണ്. അപ്പോൾ നമ്മൾ ഇച്ചൂട്ടന് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കാഞ്ഞങ്ങാടേക്ക് പോകുന്ന ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇച്ചുവിൻ്റെ കയ്യിൽ 2 കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഒന്ന് ഹൾക്കും ഒന്ന് ബാറ്റ്സ്മാനാണുള്ളത്. ഏട്ടൻ സൗദിയിൽ നിന്ന് വരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ്. അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് അതും കൊണ്ടാണ് കേട്ടോ അവൻ പോയത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കാറ് വാങ്ങാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അവന്. അപ്പോൾ അവനറിയാം അവന് പോലീസ് കാറ് വേണം എന്നാണ് ആഗ്രഹം ഉണ്ടായത്. അപ്പോൾ നമ്മൾ പോലീസ് കാർ ഉണ്ടോ നോക്കാനാണ് നമ്മൾ ഫസ്റ്റ് പോയത്. കാഞ്ഞങ്ങാടിലുള്ള ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ കയറിയത്. ഞാനും അച്ഛനും ഏട്ടനും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ എല്ലാ കളിപ്പാട്ടങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെയും ഏട്ടൻ്റെയും ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു കാറായിരുന്നു. അവന് പോലീസ് കാർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പോലീസ് കാറാണ് നമ്മുടെ ഫസ്റ്റായിട്ട് നോക്കിയത്. അപ്പോൾ ഇച്ചൂട്ടൻ ഫസ്റ്റ് തന്നെ കയറിയത് ഈ ഒരു ജീപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാ കാറും ഒന്നിനൊന്നിനും മെച്ചാണ്, പക്ഷേ അവൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള വണ്ടികളായിരുന്നു നമ്മൾ ചൂസ് ചെയ്തത്. ഒരു കാറുണ്ടായിരുന്നു, പോലീസ് കാർ ഉണ്ടായിരുന്നു. അത് ബ്ലാക്ക് കളറായിരുന്നു. ബ്ലാക്ക് കളറുള്ള ഒരു പോലീസ് കാർ ഓൾറെഡി വീട്ടിൽ ഋതുവിനുണ്ട്. അതുകൊണ്ട് നമ്മൾ കാറ് മാറ്റിയിട്ട് ജീപ്പിലേക്ക് എത്തിയിട്ടോ. അങ്ങനെ അവൻ അവിടുത്തെ ബൈക്കിലും കാര്യങ്ങളിലൊക്കെ കയറിയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു യെല്ലോ ജീപ്പാണ് ചൂസ് ചെയ്തത്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഒരു വെറൈറ്റി മോഡലാണ്. നല്ല കാണുമ്പോൾ തന്നെ ഒരു ലുക്കുള്ളൊരു ഒരു കാറാണ്, ഒരു ജീപ്പാണ് കേട്ടോ ഇത്. പിന്നെന്താ, നമ്മൾ 2-3 വേറെ കളിപ്പാട്ടങ്ങളും ടോയ്സും നോക്കിയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ആ ജീപ്പ് ഫിക്സ് ചെയ്തു. അങ്ങനെ വണ്ടി കുറച്ച് നേരം ചാർജിന് വെച്ചു കേട്ടോ അവർ. അങ്ങനെ നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ച് കാറിൽ ചാർജ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അവിടെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. അച്ചച്ചൻ്റെയും അച്ചമ്മയുടെയും ഗിഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സൈക്കിൾ ഷോപ്പിലേക്കാണ് കയറിയത്. അപ്പോൾ അച്ഛൻ അങ്ങനെ ഇച്ചൂട്ടനും ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് സൈക്കിൾ വാങ്ങി. അപ്പോൾ ഒരുപാട് സൈക്കിൾ ഉണ്ടായിരുന്നു, വലുതും ചെറുതുമായിട്ടുള്ള കുറേ ഇതുണ്ടായിരുന്നു. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട സൈക്കിൾ തന്നെയാണ് നമ്മൾ എടുത്തത്. അവന് സൗദിയിലൊരു സൈക്കിൾ ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ സൈക്കിൾ ഓടിക്കേണ്ട രീതിയും കാര്യങ്ങളൊക്കെ അവൻ അറിയായിരുന്നു. പക്ഷേ റൗണ്ടിൽ ചവിട്ടാൻ അവന് കാലെത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടുണ്ടായത്. അങ്ങനെ അവിടെയുള്ള ആൾക്കാരും അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ചവിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ പറഞ്ഞു അത് 2-3 തവണ ഓടിക്കുന്ന സമയത്ത് ശരിയായിക്കോളും എന്നാണ് പറഞ്ഞത്. ഫൈനലി നമ്മൾ ഈ ഒരു സൈക്കിളാണ് കേട്ടോ ചൂസ് ചെയ്ത്. ഇവിടുന്ന് നമ്മൾ ഓൾറെഡി എൻ്റെ ഏട്ടൻ, അതായത് അവനായിട്ട് ഈച്ചനൊരു സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു സൈക്കിളാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ആ ഒരു കാര്യമായിരുന്നു. പിന്നെ അവനൊരു ഹെൽമെറ്റ് വാങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒറിക്സിലേക്കാണ് പോയത്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഇച്ചുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ നിന്ന് ആക്കാമെന്നാണ് നമ്മൾ ഫസ്റ്റ് ടൈം വിചാരിച്ചത്. അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലുള്ള മീനും അമ്പൽക്കുളമൊക്കെ ഈ ഒരു ഒറിക്സിന് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളധികം ഇവിടെ തന്നെയാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നത്. കിടുവായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ്. സർവീസായാലും എല്ലാം അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണി, അച്ഛൻ സാധാരണ ചോറും കറികളൊക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ചോറിൽ ഒരുപാട് കറി ഉണ്ടായിരുന്നു. നമ്മൾ ചെമ്മീനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി, സ്റ്റാർട്ടറൊക്കെ വാങ്ങി. പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇച്ചുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ള അവിടെ തന്നെയാണ് ബാംബു ഹൗസാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ടൈമും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇച്ചുവിൻ്റെ ബർത്ത്ഡേ ഇവിടെ അല്ലായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് ഇത് വേണ്ടാന്ന് വെച്ചോട്ടോ ക്യാൻസൽ ചെയ്തു.
എന്തോ ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ അവർ തന്നെ നമ്മളോട് വിളിച്ചു പറഞ്ഞു. പക്ഷേ അടിപൊളിയായിട്ടുള്ളൊരു നമുക്ക് പറ്റിയൊരു കുറച്ച് പേരാണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷന് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇരിക്കാനും സെലിബ്രേറ്റ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു നല്ല പ്ലേസ് തന്നെയാണ് ഇത്. അപ്പോൾ ബാമ്പും അവിടെയുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ കാണുന്ന സമയത്തൊക്കെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഇച്ചുവിൻ്റെ ഡ്രസ്സ് വാങ്ങാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് വാങ്ങുന്ന വീഡിയോ കുറവാണ്. ആ സമയത്ത് ഇച്ചു ബേബി ഉറങ്ങിപ്പോയി, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഓക്കെ, ബായ്.